ഗോവയിലെ നിശ ക്ലബ്ബിൽ രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി. ഏതാണ്ട് 20-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആദ്യം കരുതിയത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചെന്ന്. അങ്ങനെ തന്നെ ആണോ? സംശയം. കാരണം എന്താന്ന് വെച്ചാൽ തീപിടുത്തം ഉണ്ടായി എന്നാണ് ഇപ്പൊ സുനിജി പറഞ്ഞത്. അങ്ങനെയല്ല, അത് സ്ഫോടനമായിരുന്നു. അതായത് ഒരു അടുക്കള ഭാഗത്ത് ആണ് സ്ഫോടനം. സ്ഫോടനം കൊണ്ട് ഒരാൾക്കും ഓടി രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അതുപോലെ വലിയൊരു സ്ഫോടനം. ഈ തീ കെട്ടിടം മുഴുവൻ കെട്ടിടം ഭേദിച്ച് മുകളിലേക്ക് ആളി എന്നാണ്. ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. 23 പേര് കൊല്ലപ്പെട്ടു. അതിൽ 4 പേര് ടൂറിസ്റ്റുകളാണ്. ബാക്കി 19 പേര് അടുക്കള ഭാഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. 3 പേര് സ്ത്രീകളാണ് അതിൻ്റെ അകത്ത്. ജീവനക്കാരാവാം. അതെ. അപ്പോൾ ഇത് ആദ്യത്തെ നിഗമനങ്ങൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ്, അടുക്കള ഭാഗത്ത് ആയതുകൊണ്ടാണ് ആ നിഗമനത്തിലേക്ക് വന്നത്. പക്ഷെ അക്കാര്യത്തിൽ സംശയമുണ്ടെന്നാണ് ഇപ്പോൾ DGP പറയുന്നത്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ അതിന് കൂടുതൽ ഗൗരവം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രമാണല്ലോ ഗോവ, ഇന്ത്യയിൽ. അപ്പോൾ അടുത്ത കാലത്ത് നടക്കുന്ന പല സംഭവങ്ങൾ, ഇൻഡിഗോ വിമാന പ്രശ്നം ഉൾപ്പെടെയുള്ളത് ഈ നിഴൽ യുദ്ധം നടക്കുന്നതാണെന്നുള്ളൊരു സംശയം ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത് ബാഗ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ബീച്ച്, ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്നാണ് ബാഗ, വടക്കൻ ഗോവയിലെ. പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടുന്നത് 12:04 ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. പാതിര കഴിഞ്ഞ് ഉടനെ ഫയർ ടെൻഡേഴ്സും, അതായത് ഫയർ എഞ്ചിനുകളും എല്ലാം കൂടി അങ്ങോട്ട് റഷ് ചെയ്യുകയും ആംബുലൻസുകളും ഒക്കെ എത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് വടക്കൻ ഗോവയിലെ ആർപിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഈ ക്ലബ്ബ്, നൈറ്റ് ക്ലബ്ബ്. അതിൻ്റെ പേര് റോമിയോ ലെയിൻ എന്നാണ് ക്ലബിൻ്റെ പേര്. റോമിയോ ലെയിൻ എന്നാണ് ക്ലബിൻ്റെ പേര്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ, താഴത്തെ നിലയിൽ അടുക്കള ഭാഗത്താണ് സംഭവിച്ചത്. 2 ജഡങ്ങൾ സ്റ്റെയർ കേസിൽ നിന്നാണ് കിട്ടിയത്. അവരോടാൻ ശ്രമിച്ചതോ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നവരോ ആകാം. അപ്പോൾ ഈ 3-4 പേര് ടൂറിസ്റ്റുകളാണെന്നാണ് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറയുന്നത്. മോദി പ്രമോദ് സാവന്തിനെ വിളിച്ചിരുന്നു. രാഷ്ട്രപതി മുർമുവും അതിൽ അനുശോചനവും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ മോദിയൊക്കെ ഉടനെ ഇടപെട്ടു എന്നൊക്കെ ഉള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ പ്രതികരണമൊക്കെ വളരെ സൂക്ഷിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നിമിഷങ്ങൾക്കുള്ളിൽ, സ്ഫോടനം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഈ കെട്ടിടത്തിനെ മൊത്തം വിഴുങ്ങി. കെട്ടിടമൊക്കെ ഭയങ്കരമായിട്ട് പാക്ഡ് ആയിരുന്നു. പിന്നെ സേഫ്റ്റി, സുരക്ഷിതത്വ സംവിധാനങ്ങളൊന്നും അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ചെറിയ കെട്ടിടമായിട്ട് ഈ അറകളൊക്കെ ആയിട്ട് വളരെ പാക്ഡ് ആയിട്ട്, സ്പേസ് ഒന്നും ഇല്ലാത്ത, സ്പേസ് വിടാതെ ഉള്ള നിർമ്മാണമാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുകൾക്ക് രക്ഷപ്പെടാനും വഴിയില്ല, രക്ഷപ്പെടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 മണിക്കൂറോളം ഫയർ എഞ്ചിനുകൾ വന്നിട്ട് പയറ്റിയിട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീ അണയ്ക്കുമ്പോൾ ഏതായാലും ഒരു 3 മണിയോടെ ഒക്കെയാണ് തീ അണച്ചിരിക്കുന്നത്. ടൈറ്റ്ലി പാക്ഡ് ഇന്റീരിയർ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അകത്ത് ഈ പെട്ടി നിരത്തി വെച്ച പോലെയാണ് ഈ അറകൾ പോലെയൊക്കെ അകത്തുണ്ടാക്കിയിരിക്കുന്നത്. ഒരു മൂലയ്ക്ക് അടുക്കള ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്തുന്ന ഒരു നൈറ്റ് ക്ലബ്ബാണ് അത്. അപ്പൊ ഇത് അടുക്കളയിൽ ആ സമയത്ത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്, അത്യാവശ്യം. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ലീക്ക് ചെയ്തതാണോ എന്നുള്ളൊരു സംശയം. ഈ തള്ളിക്കളയാറായിട്ടില്ല ഗ്യാസിന്റെ കാര്യം. പക്ഷെ ആദ്യം ഗ്യാസ് സിലിണ്ടർ സ്ഫോടനമാണ് എന്നുള്ള വിശ്വാസത്തിൽ മാറ്റം DGP തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ സംഭവിച്ചതും ഗ്യാസ് സിലിണ്ടറൊക്കെ പ്രോപ്പറായിട്ട് അവിടെ ഇരിക്കുന്നു എന്ന് കാണുന്നതും. കാരണം പൊട്ടിത്തെറിക്കണമല്ലോ സിലിണ്ടർ ഒരെണ്ണം, അങ്ങനെ പൊട്ടിത്തെറിക്കാതെ തന്നെ സിലിണ്ടർ അവിടെ ഉണ്ട്. അപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് സാമ്പിളുകൾ ഫോറൻസിക് ടീം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫോറൻസിക് പരിശോധനയിലാണ് അവസാനം
ഒരു തീരുമാനം ഉണ്ടാവുന്നത്. ഈ നൈറ്റ് ക്ലബ്ബ് മുദ്ര വെച്ച് സീൽ ചെയ്ത് പോയിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബ് ഒരു ഗൈഡ് ലൈൻസും സുരക്ഷിതത്വവും ആയി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ എല്ലാ ക്ലബ്ബുകളിലും ഈ ഫയർ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തും എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ദുരന്തം ഉണ്ടായിട്ടല്ലല്ലോ പറയേണ്ടത്, അല്ല, അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇത് ക്ലബ്ബ് മാത്രമല്ല, റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് അവിടെ, ഭക്ഷണം വിളമ്പുന്ന പരിപാടിയും ഒക്കെ ഉണ്ട്. ഇത് തലസ്ഥാനമായ പനാജിയിൽ നിന്ന് 25 കിലോമീറ്ററാണ് ഈ ആർപ്പുറ ഈ സ്ഥലത്തേക്കുള്ളത്. നൈറ്റ് ക്ലബ് ഉള്ള സ്ഥലം പനാജിയിൽ നിന്ന് 25 കിലോമീറ്റർ പോകണം. കാരണം അവിടുത്തെ വലിയ ബീച്ചാണല്ലോ ബാഗ. പല ബീച്ചുകളുണ്ടല്ലോ, അഞ്ജുന എന്നൊക്കെ പറഞ്ഞുള്ള ബീച്ചും ഒക്കെ ഉണ്ട്. അപ്പോ ഈ DGP എല്ലാ സിലിണ്ടറുകളും ഇൻടാക്റ്റ് ആണ്, സിലിണ്ടർ ബ്ലാസ്റ്റ് ആണെന്ന് ഇപ്പോൾ തോന്നുന്നില്ല എന്ന് DGP അലോക് കുമാർ പറഞ്ഞതായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒരു റിപ്പോർട്ടിൽ കണ്ടു. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സിലിണ്ടർ ബ്ലാസ്റ്റ് എന്നാണ് കണ്ടത്. അപ്പോൾ മെയ് 17-ാം തീയതി ഇത് രാജ്യാന്തര മാധ്യമങ്ങളിലും ഗാർഡിയൻ പോലുള്ളതിലും ഒക്കെ വന്നിട്ടുണ്ട് ഈ വിവരം. എന്ന് പറയും പറഞ്ഞ എന്താന്ന് അത് എനിക്ക് തോന്നുന്നു ഗോവ വലിയൊരു ഡെസ്റ്റിനേഷൻ ആണല്ലോ വിദേശികൾക്കും ഒക്കെ. അപ്പൊ അതുകൊണ്ട് വലിയ പല വിദേശികൾക്കും അവിടെ പല ദുരന്തങ്ങളും വന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. റേപ്പ് ചെയ്തപ്പെട്ട വിദേശികളും ഒക്കെ ഉണ്ട് ഗോവയിൽ. പിന്നെ ചാൾസ് ശോഭരാജ് ഗോവയിൽ നിന്നൊരിക്കൽ പിടിച്ചിട്ട് ഗോവയിലെ ജയിലിലൊക്കെ ആയിരുന്ന, അവിടെ നിന്ന് ജയിലിൽ ചാടുകയൊക്കെ ചെയ്തിരുന്നതാണ് ചാൾസ് ശോഭരാജ്. അപ്പോൾ മെയ് 17-ാം തീയതി ഹൈദരാബാദിൽ ഇതുപോലെ തന്നെ തീപിടുത്തം ഉണ്ടായിട്ട് 17 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3 നില കെട്ടിടത്തിൽ തീ ഉണ്ടായി. അത് കഴിഞ്ഞ് ഏപ്രിലിൽ കൊൽക്കത്തയിലൊരു ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായിട്ട് 15 പേര് കൊല്ലപ്പെട്ടു. ഹൈദരാബാദിൽ 17, 15 കൊൽക്കത്തയിൽ. 2024 ഗുജറാത്തിലൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഇതുപോലെ തീപിടുത്തം ഉണ്ടായിട്ട് 24 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ ഇങ്ങനെ സമീപകാലങ്ങളിലൊക്കെ തീപിടുത്തത്തിൽ 24 പേര്, 15 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് എവിടുന്നാണെന്നറിയോ? വിദേശ മാധ്യമങ്ങൾ ഈ ഗോവയിലെ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവര് പറയുന്ന വിവരങ്ങളാണത്. കാരണം ഇന്ത്യയിൽ പൊതുവെ ഈ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷിതത്വവും ഒരിടത്തും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരിത് ചൂണ്ടിക്കാണിക്കുന്നത്. പല തീപിടുത്തങ്ങളോടെ ഉണ്ടായത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്ന് സന്ദർശനമൊക്കെ നടത്തി മടങ്ങിയ ഉടനെ ഗോവ പോലെയുള്ള വിദേശികൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ ഏറെ വരുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു നൈറ്റ് ക്ലബിൽ സ്ഫോടനം ഉണ്ടാകുന്നതിന് അത്ര ലഘുവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ലഘുവല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെറുതെ ഒരു തീപിടുത്തം ഉണ്ടായി നമ്മുടെ ആളുകളിലെ ചിലപ്പോൾ പണിക്കാരിലൊക്കെ മലയാളികളൊക്കെ ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ചാൽ ഇവരെ ആരാണെന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, ഈ കൊല്ലപ്പെട്ട ആളുകൾ. അപ്പോ അങ്ങനെ അടുക്കള ഭാഗത്താണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഗ്യാസ് സിലിണ്ടർ എന്ന് വിശ്വസിച്ചത്. അതിൻ്റെ അകത്തൊരു തിരുത്ത് പോലെയും വന്നിട്ടുണ്ടല്ലോ. വേണമെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ആകാം, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഗ്യാസ് സിലിണ്ടർ ആർ ഇൻടാക്ട് എന്ന് അലോക് കുമാർ DGP പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതല്ല എന്ന്. ഈ വിവരം NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ അല്ല എന്നുള്ള കാര്യം അലോക് കുമാർ DGP പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ അത് ഒരു അട്ടിമറി ആയി വരാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ പഹൽഗാം, അത് കഴിഞ്ഞ് മറ്റേ ഡിസംബർ 6 ഇന്നലെ ഡിസംബർ 6-ന് ഇന്ത്യയിലെ പല സ്ഥലത്തും സ്ഫോടന പരമ്പരയാണല്ലോ. ആ ഡൽഹി സ്ഫോടനത്തിലെ ഡോക്ടർ ഉദ്ദേശിച്ചിരുന്നത്, ആ ഡോക്ടർ സംഘം ഉദ്ദേശിച്ചിരുന്നത് ഇന്നലെ ഡിസംബർ 6-ാം തീയതി ഇന്ത്യയിൽ പല സ്ഥലത്തും സ്ഫോടനത്തിന് വേണ്ടി അവര് 2500 കിലോ അല്ലേ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. ഇന്നലെ ഡിസംബർ 6-ആണ്. അന്നാണ് ഗോവയിൽ ഈ പൊട്ടിത്തെറി വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് എന്താണ് കാരണം? അത് എന്തോ ഇതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള മട്ടിൽ തന്നെ ആണ് പ്രതികരണങ്ങളൊക്കെ കാണുന്നത്. കൃത്യമായ ദുരൂഹതയുണ്ടെന്ന്. കാരണം പ്രധാനമന്ത്രിയൊക്കെ ഇന്നലെ ആ പാതിരയ്ക്ക് തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടൊക്കെ ഉണ്ട്. ഉടനെയൊക്കെ ഇടപെട്ടിട്ടുണ്ട്.
അപ്പോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ജാഗ്രത രൂപം പൂണ്ടിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായ നിഗമനങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, എന്നാലും അതിൻ്റെ അട്ടിമറിയുടെ ഒരു സൂചന ഇതിൻ്റെ അകത്തുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.